ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ ഇപ്പോൾ 16K വ്യൂസ് അല്ല സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ വീഡിയോസിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ചെറിയ ചെറിയ ഓരോരോ കമൻസിലായിട്ട് ഞാൻ കാണുന്നുണ്ട്, ഗീവ് അവേ തരുമോ ചേച്ചി, ഗീവ് അവേ തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. പുതിയ ആൾക്കാരാണേലും ഓൾറെഡി ഫാമിലിയിലുള്ള ആൾക്കാർക്കാണേലും വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ആദ്യം എൻ്റെ ചാനലിൽ നിങ്ങൾ പല പല വീഡിയോസിലായിട്ടായിരിക്കും പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുന്നത്. തുടക്കം മുതലേ ഉള്ളവർ എനിക്ക് ഉണ്ട്, പക്ഷേ കുറവാണ്. ഭയങ്കര കമൻ്റൊക്കെ ഇടുമ്പോഴല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നത് ആൾക്കാരുമായിട്ടൊരു പരിചയം ഉണ്ടാവുന്നത് ഈ കമൻസ് ത്രൂ അല്ലേ. അങ്ങനെ കുറച്ച് വിരലിലുണ്ടാവുന്ന 1, 2, 3 പേരേ ഉള്ളൂ പണ്ടത്തെ വീഡിയോ തൊട്ട് ഇപ്പോൾ വരെ കാണുന്ന എനിക്ക് അറിയാത്ത ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലാത്തവർ. എനിക്കൊരു 6K സംതിങ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ആദ്യത്തെ ഗീവ് അവേ ചെയ്യുന്നത്. എൻ്റെ ചാനലൊരു ബ്യൂട്ടി കോണ്ടന്റ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കൂടുതലും മെജോറിറ്റിയും ഗേൾസാണ്. അല്ലെങ്കിൽ ചേച്ചിമാർ കാണാം. കൂടുതലും എൻ്റെ ഏജ് ഉള്ളവരല്ല, എൻ്റെ അതിൻ്റെ താഴെ ഉള്ളവർ, പെങ്കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെയാണ്, ഗേൾസാണ് കൂടുതലുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഗീവ് അവേ ചെയ്തപ്പോഴും ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഗേൾസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ആയിരുന്നു. മേക്കപ്പ് പ്രോഡക്റ്റ്സ് അങ്ങനത്തെയൊക്കെയായിരുന്നു ഞാൻ കൊടുത്തത്. മേക്കപ്പ്, സ്കിൻ കെയർ, ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തത്. അത് ഒരു കുട്ടി വിന്നറായി. അത് കൊല്ലത്തെങ്ങാണ്ടായിരുന്നു വിന്നറായത്. ഞാൻ അയച്ചു കൊടുത്തു. അന്ന് എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടില്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു. പിന്നെ ഇപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ട് ഞാനിങ്ങനെ ആലോചിച്ച് വെച്ചേക്കുമായിരുന്നു, എനിക്കൊരു 20K ആവുമ്പോൾ നമുക്കൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്താലോ എന്ന്. അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പല പല ഗീവ് അവേയിലും പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. എൻ്റെ എല്ലാ വീഡിയോസിലും ഒന്ന് എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലെ അതിൽ ഒരു മന്തിലേക്ക് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് ആരുടെയാണോ വരുന്നത് അവരായിരിക്കും കമ്മ്യൂണിറ്റി ക്വീൻ എന്ന് പറയുന്നത്. അങ്ങനെയോ അല്ലെങ്കിൽ ഞാൻ ആ ഗീവ് അവേയുടെ വീഡിയോ ഇടുന്നതിനകത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന, കമൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാളെ, അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരാളെ എന്ന് പറയാനുള്ളൊരു കാരണം എന്താണെന്നറിയോ? എൻ്റെ ഈ ചാനൽ പുറമേ നിന്ന് നോക്കുമ്പോൾ 16,000 പേരുണ്ട്. 17,000-ത്തിന് അടുത്താവാറായി ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പം. പക്ഷേ എനിക്കൊരു വരുമാനം തുടങ്ങിയിട്ടില്ല. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമാനം കിട്ടുന്ന ഒരു സെറ്റപ്പിലോട്ട് ഞാൻ ആയിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ അതാണ് സത്യം. ഞാൻ കൂടുതൽ ഇടുന്നത് ഷോർട്സാണ്. ഷോർട്സിൽ കുറേ വ്യൂസ്, ഷോർട്സിൽ എനിക്ക് കുറച്ചൊക്കെ റീച്ച് ആവാറുണ്ട്. പക്ഷേ ആ ഷോർട്സിലൊന്നും പേയ്മെൻറ്റ് കുറവാണ്. ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ ഞാനൊരു പ്രൂഫ് കാണിച്ചു തരാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മേ ബി ചിലവർ പറയും ഇതൊരു സെക്കൻഡ്, ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഞാനൊരു റീസെൻ്റ്ലി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇട്ടായിരുന്നു. പാത്തുവിൻ്റെ കല്യാണത്തിന് പോകാമെന്ന് പറഞ്ഞൊരു സാധനം. ഒരു എക്സാമ്പിൾ പറയുകയാണെ, അതിന് 2.8 ലാക്ക് കയറി. ആ റീൽസിന് 2.8 ലാക്കും 6.8K ലൈക്കും കയറി. എനിക്ക് കിട്ടിയിട്ടില്ല. അതിലെനിക്ക് കാൽക്കുലേറ്റ് അയക്കുന്ന പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കാണാവോ, 292.93. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ലോങ് വീഡിയോസിൽ സപ്പോർട്ട് കുറവാണ്. അപ്പോൾ ഗീവ് അവേ എങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ സ്വയം എൻ്റെ സൈഡിൽ നിന്നിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് ഗീവ് അവേ ഇങ്ങനെ നീട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ 20K ആവുമ്പോൾ ഒരു വലിയൊരു കാര്യം അച്ചീവ് ചെയ്തതിൻ്റെ എന്നെ സംബന്ധിച്ചേ എനിക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഓരോരോ തെറ്റുകൾ ഓരോരോ ഇതിൽ കൂടെ പഠിച്ചാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പോൾ എനിക്ക് പറഞ്ഞ ഒറ്റ മനുഷ്യനുണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് എന്നെപ്പോലൊരു സാധാരണക്കാരന് ഇങ്ങനെ ഇതിലെത്തുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തരണം എന്ന് തോന്നിയത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പേയ്മെൻറ്റ് ഇല്ലേ കൂടി എൻ്റെ ഒരു സൈഡിൽ നിന്ന് എനിക്കൊരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മോണിറ്റൈസേഷൻ ഓണായിട്ട് എനിക്ക് 2 പേയ്മെൻറ്റേ കിട്ടിയിട്ടുള്ളൂ. പേയ്മെൻറ്റ് കുറവായിരുന്നു. എൻ്റെ പേജിൽ ഒരു വീഡിയോ ആണ് റീച്ചായത്. ഒരു എക്സ്പീരിയൻസ്, ഹോസ്റ്റലിൻ്റെ എക്സ്പീരിയൻസ്. പക്ഷേ ആ ഒരു വീഡിയോയുടെ പകുതി മുക്കാൽ വ്യൂസും മോണിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോർഷൻ എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് സ്റ്റക്കാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ 2 പേയ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്കിപ്പം 3-4 മാസം എങ്ങാണ്ടായിട്ട് എനിക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ 3-4 മാസം പേയ്മെൻറ്റ് കിട്ടാഞ്ഞിട്ട് ഇപ്പോൾ $100 പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. ഈ $100 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു 10Kക്ക് താഴെ ഒരു ബേസിക് സാലറി, ആ ഒരു എമൗണ്ട് എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് ഗീവ് അവേ തരണം എന്നൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നല്ല ഓരോരുത്തർ ചെയ്യുന്ന പോലെ കമ്മ്യൂണിറ്റി ക്വീൻ, അങ്ങനെ ഇനി നമ്മൾ ഗ്രാജുവലി വളർന്ന് വരുമ്പോൾ എനിക്കതൊക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ
അങ്ങനെ എഫേർട്സ് ഒക്കെ ഇട്ടിട്ടാണ് നല്ല നല്ല വീഡിയോസാണ് മാക്സിമം ഞാൻ ഫുൾ വീഡിയോസിൽ കൊണ്ടുവരാൻ ശ്രമിക്കാറ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താലേ എനിക്ക് അങ്ങോട്ടേക്ക് അങ്ങ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നാലേ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കങ്ങ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഒരു ഒരു മോണിറ്റൈസേഷൻ പോലും ആവാതെ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ ഒരെണ്ണം സെറ്റ് ചെയ്തത്. അപ്പോൾ എനിക്കിതൊന്ന് വന്ന് പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത്ര നീണ്ടു പോകുന്നത്. എനിക്ക് ഓരോരുത്തരും വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോഴേ എനിക്ക് എല്ലാവരോടും ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ വന്ന് പറയാൻ പറ്റില്ലല്ലോ. പല വീഡിയോസിലായിട്ടാണ് ഗീവ് അവേ തരുമോ എന്ന് ചോദിക്കണേ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇനി എൻ്റെ ഫുൾ വീഡിയോയുടെ വാച്ച് അവറും വ്യൂസും ഒക്കെ ഭയങ്കര കുറവാണ്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു വീഡിയോ വല്ലതും കയറുമെന്നല്ലാതെ ഭയങ്കര വ്യൂസ് കുറവാണ് എൻ്റെ ഷോർട്സിനെ അപേക്ഷിച്ച്. പക്ഷേ ഷോർട്സിന് പേയ്മെൻറ്റ് കുറവാണ്. ഫുൾ വീഡിയോയിൽ ഉണ്ടെങ്കിൽ കുറേ പേര് എൻ്റെ ഇഷ്ടംപോലെ വീഡിയോസ് കാണാറുണ്ട്. വീഡിയോ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആരും എൻ്റെ ഫുൾ വീഡിയോസ് കാണാറില്ല എന്ന് തോന്നുന്നു. കാരണം ഞാൻ വ്യൂസൊക്കെ നോക്കുമ്പോഴത്തേക്കും മിനിമം വ്യൂസ് 2 മിനിറ്റ്സ് പോലും ഇല്ല. അപ്പം അതൊന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്ന് തോന്നി. ഗീവ് അവേയുടെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഗീവ് അവേയുടെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങളുടെ സജഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാവുന്നതായിരിക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു Q&A കൂടെ നമുക്ക് ഗീവ് അവേയുടെ കാര്യം ഞാൻ പറയാം. ആ ഒരു Q&Aയിലായിരിക്കും ഞാൻ ഗീവ് അവേയുടെ കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിറ്റ് ഫോർ ദ Q&A. അപ്പോൾ ഞാൻ പറയാം അതിനകത്ത് ഗീവ് അവേയിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന്. വേറെ ഒന്നുമില്ല, മിക്കവാറും മേക്കപ്പ് പ്രോഡക്റ്റ്സ് ആയിരിക്കും. മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്നെക്കൊണ്ട് പറ്റുന്ന കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ചിട്ട് അങ്ങനെയായിരിക്കും. പിന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ ഗീവ് അവേ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക എനിക്ക് അതിനോട് താല്പര്യമില്ല. ഗീവ് അവേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇങ്ങനെ അതിൽ കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം അതിന് വേണ്ടിയിട്ടൊരു കമൻറ്റ് ഇട്ടാൽ മതി. അതാണ് നല്ലത്. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ നിങ്ങളെ ഫോഴ്സ്ഫുള്ളി സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരർത്ഥമില്ല. മേ ബി അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ നല്ലത്. അപ്പോൾ അതിനാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് വരുന്ന ഓരോരോ ഇതിലൊക്കെ നമുക്ക് ഓരോന്നൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പോൾ വെയിറ്റ് ഫോർ ദ Q&A. അതിൽ ഞാൻ എന്തായാലും പറയാം. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ലാസ്റ്റത്തെ ഒരു പോസ്റ്റിന് മുമ്പത്തെ പോസ്റ്റ് അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതുപോലെ കുറച്ച് പേര് യൂട്യൂബിൻ്റെ സംശയമൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബിൻ്റെ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനകത്ത് ചോദിച്ചാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.